ടീം UDFിനോടും മുഖ്യമന്ത്രിയോടും എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർഭരണമായിരുന്നു. ആര് തുടർഭരണം നടത്തിയാലും ജനങ്ങൾ ഉറപ്പായിട്ടും എത്ര നല്ല രീതിയിൽ എത്ര വികസന പ്രവർത്തനങ്ങൾ ഉണ്ടെന്നാലും എത്ര നന്മയുള്ള ഭരണമാണെങ്കിലും ജനങ്ങൾ അതിനെ എതിർക്കും. ജനങ്ങൾക്കതൊരു വീർപ്പുമുട്ട് പോലെ. ജനങ്ങൾ ഒരിക്കലും താങ്കളെ ഒരുപാട് കാലം അടിച്ചമർത്തി ഭരിക്കാൻ ആരെയും അനുവദിക്കത്തില്ല. അതായത് ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും കൂടി ഭരിക്കാൻ ആരെയും അനുവദിക്കത്തില്ല. ഇപ്പം UDFിന് ഇപ്പോൾ കിട്ടിയതൊരു സുവർണ അവസരമാണ്. ഈ വർഷം ഈ 5 വർഷം UDF നല്ലപോലെ ഭരിച്ച, ജനങ്ങളുമായിട്ട് ധാർഷ്ട്യമോ അഹങ്കാരമോ ഒക്കെ ഇല്ലാതെ ഭരിച്ച അടുത്ത 5 വർഷം UDFിന് കിട്ടും, ഭരിക്കാൻ പറ്റും. അപ്പോൾ UDF ധാരാളം വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് രണ്ടെണ്ണം എടുത്ത് പറഞ്ഞാൽ, ഒന്ന് ക്ഷേമ പെൻഷൻ 2000 നിന്ന് 3000 ആക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ജൂൺ 15 തീയതി മുതൽ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് പഠിക്കട്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതേ പദ്ധതി കർണാടകയിൽ കോൺഗ്രസ് മന്ത്രിസഭ തന്നെ, ഗവൺമെൻറ് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം അവർക്ക് 3 വർഷം കൊണ്ടങ്ങാണ്ട് 19,500 കോടി രൂപയുടെ അങ്ങാണ്ട് അധിക ബാധ്യതയാണ്. ഇത് കേരളത്തിൽ നടപ്പാക്കിയാലും എല്ലാ ബസ്സുകളിൽ കൊടുത്തില്ലെങ്കിൽ പോലും രാവിലെയും വൈകിട്ടും മാത്രമുള്ള ബസ്സുകളിൽ കൊടുത്താലും, അല്ലെങ്കിൽ പ്രത്യേക ഇളവുകൾ ഇളവുകളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജീവനക്കാരായിട്ടുള്ളവർക്കും കൊടുക്കാതിരുന്നിട്ട് മറ്റുള്ള സ്ത്രീകൾക്ക് കൊടുത്താലും, ഏത് രീതി കൊടുത്താലും ഒരു 500 കോടി രൂപയുടെയെങ്കിലും ഒരു അധിക ബാധ്യത ഗവൺമെൻറ്റിൻ്റെ മേലെ ഓരോ വർഷവും വരും, സൗജന്യ ബസ് യാത്ര. അതുമാത്രമല്ല, ഇപ്പം പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ യാത്ര ചെയ്യാൻ ഇപ്പോൾ ആളില്ലെന്നുള്ളതാണ് സത്യം. കാര്യം ഒരു വീട്ടിൽ 2 ബൈക്ക് കുറഞ്ഞത് കാണും, ഒരു കാറും കാണും. അതിൽ 2 ബൈക്കിൽ 1 സ്കൂട്ടി ആയിരിക്കും. സ്ത്രീകളെല്ലാം സ്കൂട്ടിയിലാണ് പോകുന്നത്. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ, പണ്ട് കാലമെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നുമല്ല, ഒരു 10 വർഷം മുമ്പ് സ്ത്രീകൾ ഓട്ടോയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു, ഓട്ടോയിൽ, അതുപോലെ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇപ്പം അവർ സ്കൂട്ടിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ സ്വന്തം കാറുണ്ട്, കാറെടുത്ത് പോകും. ഓട്ടോ തൊഴിലാളികളെല്ലാം വളരെ കഷ്ടത്തിലാണ്. ഒരു 5-10 വർഷം മുമ്പൊക്കെ കിട്ടിയിരുന്ന ഓട്ടോ ഒന്നും ഇപ്പം കിട്ടാറില്ല. ഒരു 1000 രൂപ തികച്ച് ചിലവെല്ലാം കഴിഞ്ഞിട്ട് ഓട്ടോക്കാർക്ക് അവരുടെ കയ്യിലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1000 രൂപ കിട്ടത്തില്ല. 700, 800, 1000 രൂപയൊക്കെ വളരെ ചുരുക്കം ചില ദിവസങ്ങളിലേ കിട്ടത്തുള്ളൂ. അപ്പം അതുപോലെ ടാക്സി തൊഴിലാളികൾ, ഇവരുടെ എല്ലാം ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമോ. നമ്മളെ ഗവൺമെൻറ്റുകൾ, ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് അല്ലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ തൊഴിലില്ലായ്മയാണ്. നമ്മളെ കേരളത്തിൽ തന്നെ ഒരു PSC ടെസ്റ്റ്, ഒരു LDCയുടെ ടെസ്റ്റ് എഴുതാൻ പോയാൽ 15 ലക്ഷം പേരൊക്കെ അതിന് അപേക്ഷ കൊടുക്കുന്നത്. 36, 21 വയസ്സിന് ഇടയ്ക്കുള്ള മാനദണ്ഡം വെച്ചുള്ള പ്രായത്തിനിടയിൽ മാനദണ്ഡം വെച്ച് 15 ലക്ഷം പേരാ ഒരു LD ക്ലർക്കിന് അപേക്ഷിക്കുന്നത്. LGS ആണെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ള തസ്തിക ആയതുകൊണ്ട് അതിന് 10ാം ക്ലാസ്സിന് മുകളിലോട്ട് പറ്റത്തില്ല. എന്നാൽ തന്നെ 9 ലക്ഷം പേരൊക്കെ അതിന് അപേക്ഷിക്കുന്നത്. 9 ലക്ഷം പേര് അപേക്ഷിച്ച് 6 ലക്ഷം പേര് എഴുതും. അപ്പോൾ ഇത്രത്തോളം 15 ലക്ഷത്തോളം പേര് തൊഴിലില്ലാതെ കിടക്കുക പുറത്ത്, നമ്മളെ ഒരു സംസ്ഥാനത്ത്. അപ്പം തൊഴിലില്ലായ്മ ഭയങ്കര രൂക്ഷമാണ്. അപ്പം തൊഴിലുകളുള്ള മേഖലയാണ് ഏതാ? ടാക്സി, അതേപോലെ ഓട്ടോ തൊഴിലാളികൾ, പ്രൈവറ്റ് ബസ്സുകാർ, ഇവർക്കെല്ലാം തൊഴിലുകൾ ഇപ്പം നിലവിൽ അത്യാവശ്യമുണ്ട്. പക്ഷേ ഈ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പം ഇതിനെല്ലാം വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ധാരാളം പേരുടെ തൊഴിൽ പോകും. ഇപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തന്നെ എടുത്താൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ അവിടെയുള്ള കടകളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, ടയറിൻ്റെ ഷോറൂമുകളുണ്ട്, അങ്ങനെ അതേപോലെ ചായക്കടകളുണ്ട്, ജ്യൂസ് കടകളുണ്ട്, ബുക്ക് സ്റ്റാളുകളുണ്ട്. ഇങ്ങനെ ധാരാളം സംവിധാനങ്ങൾ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ ആ സംവിധാനത്തെ തകർക്കുമ്പോൾ ഇതിനെല്ലാം ബാധിക്കും. അപ്പം ഇവർക്കെല്ലാം തൊഴിലില്ലാതാവും, അല്ലെങ്കിൽ തൊഴിലിൻ്റെ അകത്ത് വരുമാനം കുറയും.
അപ്പോൾ അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഇതൊരു കാര്യം. അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു വർഷം ഒരു 500 കോടി രൂപ KSRTCയുടെ മേളിൽ ബാധ്യതയായിട്ട് വരുമ്പോൾ ഏതാണ്ട് 5 വർഷം കൊണ്ട് 2500 കോടി രൂപയുടെ അധിക ബാധ്യത വരും. 2500 കോടി രൂപ, അതായത് പ്രത്യേക തരത്തിൽ ഉള്ള സംവിധാനത്തിലൂടെ ബസ് യാത്ര അനുവദിച്ചാലും, സൗജന്യ ബസ് യാത്ര അനുവദിച്ചാലും, അതായത് പ്രായം നോക്കിയിട്ടോ ഗവൺമെൻറ് ജോലി നോക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക പരിഗണന നൽകിയിട്ട് സൗജന്യ ബസ് യാത്ര നൽകിയാൽ പോലും ഒരു 500 കോടി രൂപയുടെ ബാധ്യത ഒരു വർഷം KSRTCക്ക് വരും. അത് KSRTCക്ക് ഇപ്പം താങ്ങാൻ ഒക്കത്തില്ല. ഇപ്പം തന്നെ 1500 കോടി രൂപയുടെ 2500 കോടി രൂപയുടെയൊക്കെ കടമുണ്ടെന്നാണ് പറഞ്ഞത്. KSRTC ഒരു 5 വർഷം മുമ്പ് ഗണേഷ് സാറ് കയറുന്നതിന് മുന്നേ വളരെ പരുങ്ങലിലായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗികളും ഡയാലിസിസ് നടത്തുന്ന രോഗികളൊക്കെ KSRTCയുടെ പെൻഷൻ കിട്ടാതെ 8 മാസം 10 മാസത്തെ പെൻഷൻ കിട്ടാതെ കരയുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നോട് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ മറ്റ് ജോലികൾക്കൊക്കെ പോകും, വയ്യാഞ്ഞിട്ടും. ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റ് പോലും ചെറിയ എന്തെങ്കിലും ജോലിയൊക്കെ പോകും. എന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് 8 മാസമായിട്ട് ഇത് കിട്ടിയിട്ടില്ല എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം KSRTCയുടെ മേലെ അധിക ചുമതലയാവും, അതല്ലെങ്കിൽ അത് ഖജനാവിലോട്ട് അധിക ചുമതലയാവും. ആ അധിക ചുമതല വരുന്ന പണം ഈ ഒരു സംവിധാനത്തെ ഏതെങ്കിലും രീതിയിൽ എന്തായാലും വാഗ്ദാനം നൽകിപ്പോയി, അത് നൽകിയേ പറ്റത്തുള്ളൂ. വാഗ്ദാനം നൽകിയാൽ അത് നിറവേറ്റിയേ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇതായിട്ട് പരിഗണിച്ചിട്ട്, അതായത് പ്രത്യേക സമയങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇളവുകൾ നൽകിയിട്ട് ഈ സംവിധാനത്തെ നടപ്പിലാക്കി ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞ ആവശ്യം അത് നിറവേറ്റിയെന്ന് ജനത്തിന് ബോധ്യപ്പെടുത്തുക. അത് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ പ്രഥമ ആവശ്യം തന്നെയാണ്. അത് അങ്ങനെ തന്നെ ചെയ്യുക. പക്ഷേ ഇതിനെക്കാട്ടെല്ലാം ഉപരി തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് മുതൽ കേശവദാസം വരെ അല്ല, സിറ്റി വരെ, തിരുവനന്തപുരം സിറ്റി വരെ ഉള്ള 29 കിലോമീറ്റർ അത് കാണിക്കുന്നത്. ഈ 29 കിലോമീറ്റർ ദൂരം ഇതുവരെയായിട്ട് റോഡിന് ഒരു വികസനം വന്നിട്ടില്ല. ആ റോഡ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വികസിപ്പിക്കണമെങ്കിൽ ഒരു 10 അടി വെച്ച് വീതി വെച്ചെടുത്താൽ 25 ഏക്കർ സ്ഥലം വേണ്ടി വരും. 10 അടി വീതിയിലെടുത്താൽ 20 അടി വീതിയിലെടുത്താൽ 50 ഏക്കർ സ്ഥലം വേണ്ടി വരും. ഈ 30 കിലോമീറ്റർ ദൂരം പോണേ. ഇതൊരു സെൻറ്റിന് 55 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാലും കാര്യം MC റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് 55 ലക്ഷം രൂപ കുറയാതെ വരും ഒരു സെൻറ്റിന്. കാര്യം പല സ്ഥലത്തും ഈ 29 കിലോമീറ്ററിനിടയിൽ പല സ്ഥലത്തും വലിയ ടൗണുകളുണ്ട്. അവിടെയൊക്കെ ഒരു സെൻറ്റിന് ചോദിക്കുന്ന ചിലപ്പോൾ 4 കോടി രൂപ 5 കോടി രൂപയായിരിക്കും. ഒരു താരതമ്യ കണക്കെടുത്ത് ശരാശരി കണക്കെടുത്ത് എടുക്കുമ്പോൾ സെൻറ്റിന് 55 ലക്ഷമോ 75 ലക്ഷം രൂപ വെച്ച് കണക്കാക്കിയ 25 ഏക്കർ അല്ലെങ്കിൽ 50 ഏക്കർ ഭൂമിക്ക് വരുന്ന തുക, ആ തുക ഒന്നുകിൽ അവിടെ അതിനുവേണ്ടി ചിലവാക്കുക, ആ റോഡ് വികസനത്തിന് വേണ്ടി. കാര്യം അതുവഴി തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റ് ഉള്ളതുകൊണ്ട് മാത്രമല്ല ജനങ്ങൾ അങ്ങോട്ട് ഒഴുകി പോകുന്നത്. വിമാനത്താവളമുണ്ട്. പക്ഷേ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി വേറെയാണെങ്കിലും ഈ വഴിയും ചിലപ്പോൾ ആൾക്കാർ കടന്നു പോകാറുണ്ട് അവിടെ തിരക്ക് വരുമ്പോൾ. അതുപോലെ മെഡിക്കൽ കോളേജുണ്ട്. പിന്നെ ധാരാളം ജനറൽ ഹോസ്പിറ്റലുണ്ട് തിരുവനന്തപുരം, കണ്ണാശുപത്രി. അവിടെയൊക്കെ ധാരാളം ആൾക്കാർ പോകുന്നത്. ഒരു ദിവസം 200, 300, 400 പേരൊക്കെയാണ് ജനറൽ ആശുപത്രി പോകുന്നത്. അവിടുത്തെ ടോക്കൺ നമ്പർ 500 പേരൊക്കെയാണ് ഞാൻ ഒരു ദിവസം പോയപ്പോൾ. അപ്പോൾ എല്ലാ ജില്ലകളിലും നിന്നും പോകാറുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് പോകാറുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് പോകാറുണ്ട്. അപ്പം ആ റോഡിന് വികസിക്കാൻ വേണ്ടി എന്തെങ്കിലും ഈ ഗവൺമെൻറ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെഞ്ഞാറമ്മൂട് മുതൽ തിരുവനന്തപുരം ടൗൺ വരെയുള്ള റോഡ് വികസനം, അതിന് ഏകദേശം ഭൂമി ഏറ്റെടുക്കാൻ തന്നെ ഒരു 500 കോടി രൂപയ്ക്ക് മുകളിലാവും. 500 1000 കോടി രൂപയ്ക്ക് മുകളിലാവും. പിന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള നിർമ്മാണത്തിന് ഒരു 500 കോടി രൂപയെങ്കിലോ 1500 കോടി രൂപ അത് ചിലവാകും. അത്രയും വികസിക്കണേ. പക്ഷേ ആ റോഡ് വികസിക്കാതിരിക്കാൻ വേണ്ടി വേറെ 2 പദ്ധതികൾ 2 ജില്ലകൾക്ക് അനുവദിച്ചാൽ മതി. ഒന്ന് പത്തനംതിട്ട ജില്ലയിൽ, അതൊരു വിമാനത്താവളം. പത്തനംതിട്ട ജില്ലയിലോ അടൂർ അതിനോട്
അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത്. അതാകുമ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർക്കും കോട്ടയം ജില്ലയിലുള്ളവർക്കും ആലപ്പുഴ ജില്ലയിലുള്ളവർക്കും പത്തനംതിട്ട ജില്ലയിലുള്ളവർക്കും തിരുവനന്തപുരത്തിൻ്റെ കൊല്ലം ജില്ലയായിട്ട് ചേർന്ന് കിടക്കുന്ന അതിരിൽ കിടക്കുന്ന ജനങ്ങൾക്കും വേഗത്തിൽ പോകാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലാതെ മറ്റൊരു ഓപ്ഷനായിട്ട് ആശ്രയിക്കാൻ പറ്റും. വിമാനത്താവളം വന്നാൽ എവിടെ, അടൂർ ഏരിയയിൽ, ആ ഏരിയയിലൊരു വിമാനത്താവളം, പത്തനംതിട്ട അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ പത്തനംതിട്ടയുടെ അതിർത്തിയിലായിട്ട് ഒരു വിമാനത്താവളം വന്നാൽ കൊള്ളാം. അത് നല്ലൊരു പദ്ധതി. അപ്പം അങ്ങോട്ടുള്ള തിരക്ക് കുറയും. എങ്ങോട്ടാണ്? തിരുവനന്തപുരത്തേക്കുള്ള തിരക്ക് കുറയും. ഒന്ന്. രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് അനുവദിക്കണം. അതിപ്പം കൊല്ലത്തുള്ളത് ESI മെഡിക്കൽ കോളേജ് എങ്ങണ്ട, അല്ല തിരുവനന്തപുരത്തെ കൂട്ട് അത് പ്രവർത്തിക്കുന്നില്ല. അവിടെ ആരും പോകുന്നില്ല. സാധാരണ എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന നേരെ ഒന്നി താലൂക്ക് ആശുപത്രി പോകും. താലൂക്ക് ആശുപത്രി പോയാൽ നേരെ വിടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടാണ്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ഒരു മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലയ്ക്കോ മറ്റേതെങ്കിലും ജില്ലയ്ക്ക് അനുവദിക്കണം. അതേപോലെ പ്രവർത്തിക്കണം. തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഈ കൊല്ലത്ത് അനുവദിക്കണം. അങ്ങനെ അനുവദിക്കുമ്പം അത്രയും ഒഴുക്ക്, തിരുവനന്തപുരത്തേക്കുള്ള ഒഴുക്ക് കുറയും. അപ്പോൾ ആ റോഡ് അത്രയും വികസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വെഞ്ഞാറമ്മൂട് മുതൽ തിരുവനന്തപുരം ടൗൺ വരെയുള്ള റോഡ് വികസിക്കാൻ വിടുന്ന 1500-2000 കോടി രൂപ എടുത്ത് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ്, ഒരു വിമാനത്താവളത്തിന് വേണ്ടി മുടക്കിയ അത്രയും പൈസ ഇങ്ങോട്ട് മുടക്കുകയും ചെയ്യും. ഇവിടെ 2 വികസനം വരും. തിരുവനന്തപുരത്തേക്കുള്ള ഒഴുക്ക് കുറയും, ജനങ്ങളുടെ ഒഴുക്ക് കുറയും. പിന്നെ അവിടെ ഉള്ളത് PSCയുടെ ആസ്ഥാനവും കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവും ഇതൊക്കെ ഉള്ളൂ. അതിനെയൊക്കെ ആശ്രയിക്കാൻ വേണ്ടിയേ ജനങ്ങൾ അങ്ങോട്ട് വരത്തുള്ളൂ. ഓക്കെ.